ഹലോ ഗായ്സ്, ഞാൻ ഒരു സ്ഥലം വരെ പോവാണ്. ഒരു സ്ഥലം എന്ന് വെച്ചാൽ ഇവിടെ അരുവിക്കര ഡാം വരെ പോവാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഒരു ഫോളോവർ, ഐ മീൻ കട്ട ഫോളോവറാണ്. ആള് എന്നെ വിളിച്ച് ആളുടെ മോളുടെ ബർത്ത്ഡേക്കൊക്കെ വിഷ് പറയാറുണ്ട്. ഞാൻ പറയാറുണ്ട്. ലാസ്റ്റ് ബർത്ത്ഡേക്ക് വീഡിയോ കോളാണ് ചെയ്തത്. മോൾ വിളിച്ച് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു. അപ്പോൾ ആളുടെ വൈഫ് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആളുടെ ബർത്ത്ഡേ ആണ് സെപ്റ്റംബർ 4-ാം തീയതി. അപ്പോൾ ആളെ കൊണ്ടവരിങ്ങോട്ട് വരുന്നുണ്ട്. വേറെ എന്തോ പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. വെയില്. അപ്പോൾ ഞാൻ ആളെ കാണാൻ പോവാണ്. ആൾക്കറിയില്ല ഞാൻ വരുന്നുള്ളതൊന്നും അവർ പറഞ്ഞിട്ടില്ല, എന്താണെന്ന് അറിയില്ല. അപ്പോൾ ആൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ ഞാൻ പോവാണ്. മാസ്ക് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ആൾക്ക് മനസ്സിലാവും കണ്ടൊഴുക്കി. അങ്ങനെ അരുവിക്കര ഡാമിൻ്റെ അവിടെ ഒരു എത്തും. അവിടെ പോയിട്ട് ആള് കണ്ടുപിടിക്കുന്നോട്ടെ എങ്ങനെ ആളുടെ മുമ്പിലേക്ക് പോകുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആള് കട്ട പോകാറ്. ആൾക്കൊരു ഡ്രീം പോലെയാണെന്നാണ് എന്നോട് പറഞ്ഞത് ആളുടെ വൈഫ് എന്നെ കാണാനായിട്ട്. ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല, അതായത് നമുക്ക് അങ്ങനെ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കാൻ പറ്റുന്നതാണെങ്കിൽ സാധിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പോട്ടെ, ബൈ. ബാക്കി വീഡിയോ ഇതിൽ കാണാം. ഓക്കെ, ശരി. അപ്പോൾ അവരെ കണ്ടിട്ട് ആൾക്ക് എന്തെങ്കിലും ചെറിയൊരു പ്രാങ്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യാം. ഓക്കെ, ക്യാമറ കുറിച്ച് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. ഞാൻ പോട്ടെ. അവർ വന്നിട്ടുണ്ട്, അവർ അപ്പുറത്തുണ്ട്. എന്നെ കണ്ടിട്ടില്ല. കാണിച്ചു തരാം. ഇതാണ് അവർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാറ് പാർക്ക് ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ്. ഇങ്ങോട്ട് വരും ഇനി കാറും കൊണ്ട് ഇല്ലാന്ന് തോന്നുന്നു. അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളെനിക്ക് ശരിക്കും അറിയില്ല, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഫോട്ടോ ഞാൻ കണ്ടിട്ടെന്ന് തോന്നുന്നു, പക്ഷേ എനിക്കറിയില്ല. അപ്പോൾ ഡ്രസ്സിൻ്റെ കളറ് പറഞ്ഞു തരും ഇപ്പോൾ, എന്നിട്ട് വേണം ആളുടെ അടുത്ത് പോകാൻ. ഓക്കെ, ഇതിലാരാളെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അവരോട് തന്നെ നോക്കുന്നുണ്ട് കേട്ടാ. ഐ മീൻ വൈഫ്. ഞാൻ എവിടെയാണെന്ന് ഞാൻ അറിയില്ലല്ലോ അവർക്ക് എപ്പോഴും. നോക്കട്ടെ. കുഞ്ഞിനൊക്കെ കൊണ്ട് കെസൻഡ്രനൊക്കെ കൊണ്ടിട്ടാണ് വന്നത് കേട്ടോ. ലൈക്ക് ഞാൻ ബർത്ത്ഡേ വിഷ് പറയാറുള്ള ഉണ്ണീനൊക്കെ കൊണ്ടാണ് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെടുത്ത് പൊന്തിച്ച് ഓടിയാലോ, അടിപൊളിയാവും. എനിക്ക് പൊന്താവോ ഉണ്ണീനെ പോകുന്നു. ആ കൂട്ടത്തിലുണ്ട് നമ്മുടെ ടീം. അവരിപ്പോൾ അതിലേ പോയി ഇതിലേ അടിയിലേക്ക് വരും. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒന്നും കാണാനില്ല, മരം കാരണം. ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ. ക്യാമറ മുടിച്ച് പോയി അവർക്ക് മനസ്സിലാവും. പാർക്കിലെത്തിയിട്ടുണ്ട്. എന്നെ കാണാണ്ടിരിക്കാൻ ഞാൻ കാറിൻ്റെ തള്ളിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്യാമറ ഞാൻ എടുത്തിട്ടുണ്ട്. ക്യാമറ കണ്ട ആൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്ത് ചെയ്യും, ക്യാമറ വാങ്ങിയിട്ട് പോവാം, അല്ല എടുത്തിട്ട് പോവാം. മാസ്ക് വയ്ക്കാം. 2 ചോളത്തിൻ്റെ പൊതി വാങ്ങി പോവാം. ചോളം വയ്ക്കുന്ന ആളായിട്ട് പോവാം. ഓക്കെ, അവരവിടെ നിൽക്കുന്നുണ്ട്. ആ ഫോട്ടോ എടുത്ത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ആള് ആളെടുത്ത് പോട്ടെട്ടാ. നീങ്ങുന്നുണ്ട്. ആരാ മനസ്സിലായോ? പിന്നെ അതെ, എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി. എനിക്കറിയായിരുന്നു. എന്നെ എപ്പോഴും വിളിക്കും, എപ്പോഴും മെസ്സേജ് ചെയ്യും, എപ്പോഴും ഞാൻ കാണാറുണ്ട്. അറിയോ എന്നെ? ആരാ? ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. എത്രയും നേരം കാല് പിടിച്ചു. അതെ, ഇൻസ്പിറേഷൻ ആയത്. അതെ, ഭയങ്കര ഫോട്ടോ എടുക്കല്. എനിക്ക് സംശയം ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ നോക്കിട്ട് കണ്ടില്ല.
കാറ് എനിക്കറിയാം, കാറിന് നമ്പർ അറിയാം, ബൈക്കിന് അയ്യോ എന്റെ കാറ് കണ്ട ഇല്ല, ബൈക്കിന് നമ്പർ അറിയാം, കാർ നമ്പർ എല്ലാം എനിക്കറിയാം, ഓൾറെഡി എല്ലാം അറിയാവുന്ന കാര്യം. അടിപൊളി. താങ്ക് യു സോ മച്ച്. എന്തായാലും മെനി ഹാപ്പി റിട്ടേൺസ് ഇൻ അഡ്വാൻസ്. ഓക്കെ, അടിപൊളി ബർത്ത്ഡേക്ക് ആണെങ്കിൽ ശരിക്കും മനസ്സിലായ ആൾക്ക് അല്ലേ? അല്ല, ഞങ്ങള് വേറൊരു പരിപാടിക്ക് ഇറങ്ങിയതാ, അപ്പം ട്രിവാൻഡ്രം വരെ വരണം. ഓ, അപ്പൊ ഇതില് ടച്ച് ചെയ്ത് പോവാം. എനിക്ക് ആരാന്ന് മനസ്സിലാവണ്ട ആള്. ഞാൻ ഫോട്ടോ കണ്ടുണ്ട്, ഞാൻ അച്ഛനുള്ള കണ്ട. ഞാൻ ഇവിടെ കാറ് നിർത്തിയിരുന്നേ. ഇവരാദ്യം വഴി തെറ്റി ഇതിലേ പോണ്, പിന്നെ തിരിച്ചു പോയത്. ആൾക്കെന്നെ മനസ്സിലായി. ആരാ അറിയാ? പറഞ്ഞു, പേര് പറഞ്ഞെ. പറയട്ടെ. അല്ല പിന്നെ ഫോട്ടോസ് എടുക്കണോ? കുറച്ച് ഫോട്ടോസ് എടുക്കണം, എല്ലാവരും നിർത്തി ഫോട്ടോസ് എടുക്കണം. ഓക്കെ, ബാ. എന്താണ് പിന്നെ ഞെട്ടിയാ? സൗണ്ട് കേട്ടപ്പോൾ മനസ്സിലായി? അതോ മനസ്സിലായി? അതെ, ഒരാളുടെ നമ്മളൊരാളെ ഫോക്കസ് ചെയ്യുമ്പോ അയാള് എന്തുമായാലും അറിയാൻ പറ്റും. ട്രിവാൻഡ്രത്തൊന്നും എനിക്കറിയാം. ഇന്ന് രാവിലെ ഉൾപ്പെടെ ലൈവ് ഇട്ട് മറ്റേ എന്തോ അത് ഞാൻ കണ്ടിരുന്നു. എല്ലാ ലിസ്റ്റും ഞാൻ കാണാറുണ്ട്, ഒന്നും മിസ് ചെയ്യാറില്ല. വൺ ഓഫ് മൈ ട്രൂ ഫോളോവർ ആണ്. ഞാന് സത്യം പറഞ്ഞാല് ഞാന് സേവ് ചെയ്ത കാര്യമാണോ? നമ്പർ സേവ് ചെയ്ത് കാണുന്നത് അതിനോട് പറഞ്ഞിരുന്നു. ഞാന് ലിംസം ബ്രോയുടെ പേര് ഞാൻ ഇട്ടിരിക്കുന്നത് ലിംസം ബ്രോ മൈ ഡ്രീം. അതെ അതേട്ടാ, അതാണ് ലിംസൺ ബ്രോ മൈ ഡ്രീം. ആൾ കൈയൊക്കെ ഇറക്കിണ്ട്. പറയലോടെ കൂടി ഒരു ഫോട്ടോ എടുക്കാം. എല്ലാം വിളിച്ച് സെറ്റ് ചെയ്ത ആളാണിത്. അപ്പൊ ആൾക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത്. അതെ, ബ്രോയും നന്ദി പറയണം. മറക്കരുത്, ആളുടെ ബർത്ത്ഡേക്ക് ഇതിലും വലിയ സാധനം ഇല്ലില്ല. അതെ, അത് പറഞ്ഞിരുന്നില്ല, ആരോടും പറഞ്ഞില്ല. വണ്ടിയിൽ വെച്ചിട്ട്. ഓ ശരി ശരി ശരി. ഓ അടിപൊളി. പാർക്ക് ചോദിച്ചപ്പോ എനിക്ക് സംശയം. അപ്പൊ നിങ്ങൾ ലിംസൺ കളി ഞാൻ പറഞ്ഞു, ലിംസനെ ഞാൻ വിളിക്കുന്നില്ല. അപ്പൊ താങ്ക് യു സോ മച്ച്. എന്തായാലും ടൈം എടുത്തതിലും അടിപൊളി, എനിക്ക് വേണ്ടി സമയം തന്നതിനും എല്ലാത്തിനും ഭയങ്കര ആഗ്രഹം. ഞാൻ എനിക്ക് തോന്നുന്നു മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊല്ലത്ത് വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണേ, ഞാൻ അങ്ങോട്ട് വരും. ഞാൻ എവിടെ ഉള്ളപ്പോ മുതൽ എന്നോട് പറഞ്ഞിരുന്ന തിരുവല്ലയിലാണോ? അതെ, തിരുവല്ലയിൽ വന്ന, അതായത് ഒരു കൊല്ലായി, ഒരു കൊല്ലം ആവുന്നു. അപ്പൊ മുതൽ എന്നോട് പറഞ്ഞ കാണുന്നു. ഞാൻ എങ്ങനെ കാണുന്നു വിചാരിച്ചില്ല അല്ലേ? അല്ല, നമ്മള് പ്രതീക്ഷിക്കാതെ കിട്ടുന്നതല്ലേ സർപ്രൈസ്. അതാണ് നല്ലണക്ക് എല്ലാം നല്ലണക്ക് പോകുന്നുണ്ട്, എല്ലാം അടിപൊളിയായി പോകുന്നു. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പോട്ടെ. പക്ഷേ അപ്പോ സന്തോഷം, എല്ലാം കാണാം, നമുക്ക് കാണാം. ഓക്കെ, അപ്പോ കാണാം എന്തായാലും. പോട്ടെ, ഞാൻ പോട്ടെ. അടുത്ത ബർത്ത്ഡേക്ക് അങ്കിൾ പറ്റാണ് വരാട്ടാ. ഓക്കെ, അപ്പൊ അമ്മേ താങ്ക് യു. ഓ ചേച്ചി, അപ്പോ എല്ലാവരോടും നൈസ് ടു മീറ്റ് യു. ഞാൻ പോട്ടെ. അതെ, അതിന് വിളിക്കണം എന്നൊക്കെ. അത് ചില സമയത്ത് നമുക്ക് പറ്റുള്ളൂ, കഴിഞ്ഞ് പോകുമ്പോഴാണ് പറ്റുള്ളത്. നിങ്ങൾ പോവാണ്, അപ്പൊ ഇനി പോവാണ്. അതെ അതെ. ഓ ഹലോ മാസ്റ്റർ പീസ്. ഓക്കെ ഓക്കെ, അപ്പൊ ശരി, വഴിക്കണ്ട. ഓക്കെ, അപ്പൊ എന്തായാലും കാണാം. ഞാൻ പോട്ടെ കേട്ടാ, സന്തോഷം. ഓക്കെ ശരി ശരി, ഒന്നിട്ട് വിളിച്ചിരിക്കും.